ഫോർ ബാറിൻ്റെ അഡ്വാൻസ് ലെവൽ നോക്കാം. അപ്പം ഇതാണ് ചോദ്യം. ഫോർ ബാർ മെക്കാനിസം സബ്ജക്റ്റ് ടു ഇത് പേടിക്കാനൊന്നുമില്ല. ഇത് ജസ്റ്റ് ആ പടം വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ബോക്സ് വന്നിരിക്കുന്നത്. സബ്ജക്റ്റ് ടു ദ ഫോളോയിങ് എക്സ്റ്റേണൽ ഫോഴ്സസ് ദ ഇൻപുട്ട് ലിങ്ക് എ ബി മേക്സ് 60 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, എ ബി അല്ല എ ഡി ആണ്. എൻ്റെ മിസ്റ്റേക്ക്, എഴുതിയതിൻ്റെ മിസ്റ്റേക്ക്, എ ഡി. ഓക്കെ, ശരി. അപ്പം ഇതൊരു ഫോർ ബാർ മെക്കാനിസം ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫോർ ബാർ മെക്കാനിസം. ഇതൊക്കെയാണ് ഫോഴ്സസ്. ഓക്കെ, ഡിറ്റർമിൻ ദ ഷാഫ്റ്റ് ടോർക്ക്. ടി കണ്ടുപിടിക്കാനാണ്, ടോർക്ക് കണ്ടുപിടിക്കാനാണ്. എന്നിട്ട് അതിൻ്റെ ഡയറക്ഷനും, ടോർക്കും ഡയറക്ഷനും, അതാണ് നമുക്ക് ഫോർത്ത് മോഡലിൽ എപ്പോഴും ചോദിക്കുന്നത്. അതിനാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻപുട്ട് ലിങ്ക് എ ബി, എ ബിയിലാണ് ഈ ടോർക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഡയറക്ഷനും ടോർക്കും. മെക്കാനിസം. ഓക്കെ, ശരി. അപ്പം ഇനിയിപ്പോൾ എന്താണ് ഇതിപ്പം ആക്ച്വലി ഇങ്ങനെ ആയിരിക്കും തരുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാമല്ലോ. എ ബി എന്ന് പറയുന്നത് എത്ര? 550 mm ആണ്. ബി സി എന്ന് പറയുന്നത് 726, സി ഡി എന്ന് പറയുന്നത് 616, എ ഡി എന്ന് പറയുന്നത് 1100. ഇതാണ് MM ആണ്. ഇനിയിപ്പം ഇതിനെ എന്നിട്ട് കണ്ടേ അടുത്തത് പറഞ്ഞിരിക്കുന്നത് F2, F3, F4. എ ബിയിലാണ് F2 ഉള്ളത്, ബി സിയിലാണ് F3 ഉള്ളത്, സി ഡിയിലാണ് F4 ഉള്ളത്. ഓക്കെ, ശരി. ഇനിയിപ്പം അവർ പറഞ്ഞിരിക്കുന്നത് 73.5 ഡിഗ്രി, അതായത് ഇങ്ങനെ ഒരെണ്ണം എടുത്ത് 73.5 ഡിഗ്രി എടുക്കുവാണെങ്കിൽ അങ്ങനെയാണ് ഈ പോയിന്റിൽ ഇത് ആക്ട് ചെയ്യുന്നത്. അതുപോലെ വേറൊരെണ്ണം എടുത്തിട്ട് എത്രയാ 158 ഫോഴ്സ്. F3 എന്ന് പറയുന്നത് 158 ന്യൂട്ടനാണ്. 58 ഡിഗ്രിയിലാണ് അത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഡിഗ്രിയാണ് അത് ആക്ട് ചെയ്യുന്നത്. അതിനുശേഷം 42 ഡിഗ്രിയിലാണ് F4 ആക്ട് ചെയ്യുന്നത്. ഓക്കെ, 66 ന്യൂട്ടൺ. അപ്പം അത് മനസ്സിലാക്കുക. എ ഡി ഫിക്സഡ് ആണ്, അവിടെ ഒന്നുമില്ല. ഇനിയിപ്പോൾ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്നത് എയിന്ന് 358 മീറ്റർ MM മാറി. എയിന്ന് 358 MM എടുക്കാൻ നേരത്തെ ഈ പോയിന്റ് അങ്ങനെയാണ് ഇവിടെ വെച്ച് ഇവിടെ ഇവർ ഈ എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തിരിക്കുന്നത്. അവിടെയാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ ബി സി എന്ന് പറയുമ്പോൾ ബിന്ന് 327 MM ഫ്രം ബിന്ന് എടുക്കാൻ നേരത്തെ ഇവിടെ വരും, അവിടെയാണ് F അവർ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 410 MM ഫ്രം ഡി, സി എന്നല്ല ഡി എന്നാണ്. അപ്പോൾ ഡിന്ന് നമ്മൾ ഇങ്ങോട്ട് എടുക്കാൻ നേരത്തെ ഇതാണ് ഈ പോയിന്റ് കിട്ടും, അവിടെ വെച്ചാണ് F4 ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാകുമല്ലോ ഈ ക്വസ്റ്റ്യനിൽ നിന്ന്. ഇത് മനസ്സിലായതിനു ശേഷം നമ്മൾ വരയ്ക്കുക. അപ്പം ആദ്യം നമുക്കറിയാം കോൺഫിഗറേഷൻ ഡയഗ്രാം. ഇത് ഈ 6 സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ കോൺഫിഗറേഷൻ ഡയഗ്രാം. അപ്പം അതിന് സ്കെയിൽ എടുക്കണം. സ്കെയിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ടു 100 MM എന്ന് പറഞ്ഞെടുത്തു. അപ്പം ഞാൻ ഈ വാല്യൂസിനെല്ലാം യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. ശരി, മേഡം. ഇനിയിപ്പോൾ നമുക്ക് വരച്ചു തുടങ്ങാം. ആദ്യം എ ഡി എന്ന് പറയുന്നത് എത്രയാണ്? 1100. അപ്പം എന്ത് ചെയ്യുക? 1100 ഡിവൈഡഡ് ബൈ 100, 11 സെൻറ്റിമീറ്റർ. അപ്പം ഇതാണ് ഞാൻ ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെ എന്നിട്ട് 11 സെൻറ്റിമീറ്റർ എടുത്തു. ഇതിന് ഞാൻ എന്തോന്ന് പേര് കൊടുത്തു? എ എന്ന് പേര് കൊടുത്തു. ഇതിനെ ഡി എന്ന് പേര് കൊടുത്തു. ഇനിയിപ്പോൾ എനിക്ക് 60 ഡിഗ്രി ഞാൻ മെഷർ ചെയ്യണം ബി വരയ്ക്കാൻ വേണ്ടിയിട്ട്. ബി മെഷർ ചെയ്യും 60 ഡിഗ്രി ഈ ലൈനിൽ പോകും. ഇനിയിപ്പോൾ 5.5 ഇവിടെ ആയിട്ട് വരും. ശരി, ഇനിയിപ്പം എ ബി വരച്ചു. അതിനുശേഷം 7.26 അത് ഞാൻ കോമ്പസിലെടുത്തു. ഓക്കെ, 7.26 എടുത്തു. ഈ പോയിന്റിൽ നിന്ന് എടുത്ത് ഒരാർക്ക് കൊടുത്തു. ഇനിയിപ്പം ബി സി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഉള്ളത് സി ഡി വരയ്ക്കാൻ 6.16 എന്നിട്ട് ഒരു പോയിന്റ് കിട്ടി, സി കിട്ടി. ഓക്കെ, ഇനിയിപ്പം ഡയമെൻഷൻസ് ഒക്കെ എഴുതാൻ 1100 MM. ഇതെത്രയായിരുന്നു? എ ബി എന്ന് പറയുന്നത് 550 MM. ഇനിയിപ്പോൾ അടുത്ത ബി സി എന്ന് പറയുന്നത് 726 MM. ഇനിയിപ്പോൾ ഇത് വന്നിട്ട് 616 MM. ഓക്കെ, ഇനിയിപ്പം ഇത് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഫോഴ്സ് അടയാളപ്പെടുത്തണം അല്ലേ? ഫോഴ്സ് അടയാളപ്പെടുത്തിയിട്ട് അതായത് പോയിന്റ് വെക്കണം. 358 mm, എയിൽ നിന്ന് 358 mm, അതായത് 3.58.
3.58 എന്ന് പറയുന്നത് ഏതാണ്ട് ഇവിടെ ആയിട്ട് വരും. ഇവിടെ വെച്ച് പോയിന്റ് എടുത്തു. ഈ പോയിന്റിനെ ഞാൻ എന്തെന്ന് കൊടുത്തു, ഇ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവിടെയാണ് മറ്റേ ഡയറക്ഷൻ വരുന്നത്. ഇനിയിപ്പോൾ അടുത്തത് ബിന്ന് 327 mm. അപ്പം 3.27 ഇവിടെ ആയിട്ട് വരും. ഇതാണ് എന്തോന്ന് ഈ കഴിഞ്ഞിട്ട് ഞാനിതിനെ എഫ് എന്ന് പറഞ്ഞ് എടുത്തു. എഫ് എന്ന് പറഞ്ഞ പോയിന്റ്. ഇനിയിപ്പോൾ അടുത്തത് 410 mm ഫ്രം ഡി ആണ്. അപ്പം 4.1 ആണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ ഡിയിൽ 4.1 എടുത്ത് ഇവിടെയാണ് ആ പോയിന്റ് വരുന്നത്. ഈ പോയിന്റിന് ഞാൻ എന്തോന്ന് പേര് കൊടുത്തു, ജി എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. അപ്പോൾ പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ എന്തോന്ന് ചെയ്യുക, ആ ഫോഴ്സ് എടുത്ത് വരച്ചാൽ മതി. ഫോഴ്സ് വരയ്ക്കാൻ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് സെപ്പറേറ്റ് വരച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഞാൻ AD എപ്പോഴും ഈ ഒരു ബേസിന് തന്നെ ബേസിന് ഇതായിട്ട് വരയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഒരു ഇത്. ഓക്കെ, അപ്പം ഞാനിവിടെ വെച്ചു. ഇപ്പം എത്ര എണ്ണം, മൂന്നെണ്ണമല്ലേ വരയ്ക്കണ്ട. അപ്പം ഇതൊരു പോയിൻ്റായിട്ട് എടുത്തു, ഇതൊരു പോയിൻ്റായിട്ട് എടുത്തു, ഇതൊരു പോയിൻ്റായിട്ട് എടുത്തു. അങ്ങനെ 3 പോയിൻ്റ് എടുത്തു. സെപ്പറേറ്റ് ആണ്, ഇതുമായിട്ട് ബന്ധമില്ല, സെപ്പറേറ്റ് എടുത്തിരിക്കുക. എന്നിട്ട് വേറെ ക്യാൻവാസ് എന്നുള്ള രീതിയിൽ വിചാരിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് മെഷർ ചെയ്തു. എത്ര ഡിഗ്രി ആയിരുന്നു? 73.5 ഡിഗ്രി. 73.5 ഡിഗ്രി എന്ന് പറയുമ്പോൾ 7, 1, 2, 3, 73.5 എന്ന് പറയുമ്പോൾ ഇത് 1.5 ഡിഗ്രി. ഓക്കെ, ഇനിയിപ്പം അടുത്തത് 55 ഡിഗ്രി. 55 ഡിഗ്രി എന്ന് പറയുമ്പം ഇവിടെ നിന്ന് എടുക്കാൻ നേരത്ത് 55 ഇവിടെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് 42 ഡിഗ്രി. ഇപ്പോൾ ഇവിടെ വെച്ചെടുക്കുമ്പോൾ 42 എന്ന് പറയുമ്പോൾ 40, 41, 42 ഇവിടെ ആയിട്ട് വരും. ഇനി അതായത് കറസ്പോണ്ടിങ് ഇതിനെ വരയ്ക്കുക. ഇതാണ് ഞാൻ ആദ്യം എടുത്തത്, ഇതാണ് ഞാൻ രണ്ടാമത് എടുത്തത്, ഇതാണ് ഞാൻ മൂന്നാമത് എടുത്തത്. ഇത് എത്ര ഡിഗ്രി ആയിരുന്നു? ഇത് 42 ഡിഗ്രി ആയിരുന്നു. ഇത് എത്രയായിരുന്നു? 55 ഡിഗ്രിയാണ്. കാണാമോ? ഓക്കെ, ഇത് എത്രയാണ്? 73.5 ഡിഗ്രി. ഓക്കെ, അത് ഞാൻ സെപ്പറേറ്റ് ആണ് എടുത്ത് വരച്ചത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻസൊക്കെ ഇങ്ങോട്ടാണ്, ഇങ്ങനത്തെ ഡയറക്ഷനിലാണ് 3 എണ്ണം ഇരിക്കുന്നത്. ഓക്കെ, ശരി. ഇനിയിപ്പോൾ നമുക്ക് എന്തോന്ന് ചെയ്യണം, എടുത്ത് വരയ്ക്കണം. അതിന് മുന്നേ ഒരു മിനിറ്റ്, ഇത് 73.5 ആണ് എന്തോന്ന് F2, 55 ആണ് എന്തോന്ന് 55 ആണ് എന്തോന്ന് F3, F4 ആണ് 42, F4. ഓക്കെ, ഇനി F2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 88 ന്യൂട്ടൺ. F3 എന്ന് പറഞ്ഞാൽ 158 ന്യൂട്ടൺ. F4 എന്ന് പറഞ്ഞാൽ 66 ന്യൂട്ടൺ. സെറ്റല്ലേ? 3 എണ്ണം നന്നായി എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് എഴുതാന്ന് വെച്ചാൽ ഇതിനെ എടുക്കുക, പാരലൽ കൊണ്ട് വെച്ച് വരയ്ക്കുക. F2നെ കൊണ്ടുവന്ന് വെച്ചു, കറക്റ്റായിട്ട് പോയിന്റ് ചെയ്യുക. 2 പൊസിഷൻ എടുക്കുക, പാരലൽ എടുക്കുന്നത് മാറാൻ പാടില്ല. എന്നിട്ട് അതങ്ങനെ റോൾ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. പോയിന്റ് പിടിക്കുക, പോയിന്റ് പിടിച്ചിട്ട് ഇങ്ങോട്ടേക്കാണ്. ഓക്കെ, അതിന് ലെങ്ത് ഒന്നുമില്ല. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു അടുത്ത് നമുക്ക് പാരലൽ എടുക്കാൻ കണക്കിന് കുറച്ചൊരു നീട്ടി വരയ്ക്കുക. അതിനുശേഷം ഇത് കണ്ടോ, ഈ സാധനം, അതായത് ഹൊറിസോണ്ടൽ ലൈൻ, അത് നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോയി വെച്ച് വരച്ചേക്കുക. അപ്പോൾ അതവിടെ കഴിയും. ഓക്കെ, ഇനിയിപ്പോൾ എന്തോന്ന് കൊടുക്കുക, ഇത് എത്ര ഡിഗ്രിയുടെയാണ്? 73.5 ഡിഗ്രിയുടെ. ഇത് ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് F2 = 88 ന്യൂട്ടൺ. ഓക്കെ, ശരി. ഇനിയിപ്പോൾ അടുത്തത് F3 എന്ന് പറയുന്നത് എവിടെ ആക്ട് ചെയ്യുന്നു? ഇത് ഇവിടെ വരുന്നത്, BC-യിൽ വരുന്നത്. അപ്പോൾ ഇതിനിങ്ങനെ എടുക്കുക, ഇങ്ങനെ വെച്ച് കണ്ടോ, ഇങ്ങനെ വെച്ച് എടുത്തുകൂടാ, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് എന്നിട്ട് എടുക്കുക. ഇത് പോയിന്റ് കയറ്റി വെച്ചു, നേരെ എടുത്തു, ഇവിടെ കൊണ്ടുപോയി വെച്ചു. പോയിന്റ് തൊട്ടു, നേരെ എടുത്തു. ആരെ അങ്ങോട്ടാണ്? മണ്ടയ്ക്കോട്ടാണ്. പേരെന്താണ്? F3 ആണ്. എത്രയാണ് F3 എന്ന് പറയുമ്പോൾ
58 ന്യൂട്ടൺ. എന്നിട്ട് ഇതെല്ലാം സെയിം അല്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണെങ്കിലും എടുത്താലും മതി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് എടുത്താലും ഇങ്ങനെ മതി. അവരൊന്നും അങ്ങോട്ട് പോകണ്ട. ഇത് എത്ര ഡിഗ്രി ആയിരുന്നു? 55 ഡിഗ്രി. ഓക്കെ. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ ഇതിങ്ങനെ വെച്ചെടുക്കാവോ? എടുക്കാൻ പാടില്ല. ഇങ്ങനെ വെച്ച് വേണം എടുക്കാം. കാരണം ഒരു വീല് പുറത്തേക്ക് ഇറങ്ങിയിരുന്നാലും അത് എൻ്റെ ഒരു പാരലസം തെറ്റിക്കും. റോളർ സ്കെയിൽ മസ്റ്റാണ്. നിങ്ങൾ 5 മോഡലിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അത് ഈ പോയിന്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഹൊറിസോണ്ടലും കൂടെ കംപ്ലീറ്റ് ആക്കി. വേറെന്തോന്നു? 42 ഡിഗ്രി ഇങ്ങോട്ടേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. F4 = 66 ന്യൂട്ടൺ. അപ്പം അങ്ങനെ കോൺഫിഗറേഷൻ ഡയഗ്രാം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പം ഫോഴ്സ് മാർക്ക് ചെയ്യണം. ഫോഴ്സ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ശരി, ഒരു കേസ് പറയാം. നമ്മൾ മറ്റേത് ചെയ്തതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇവിടെ ആണല്ലോ ടോർക്ക്. നമ്മൾ ടോർക്ക് മാർക്ക് ചെയ്തു. ഇവിടെ ടോർക്കുണ്ട്. ഈ ടോർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു അപ്ലൈഡ് ഫോഴ്സേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട്, അതായത് ഇവിടെ മാത്രമേ അപ്ലൈഡ് ഫോഴ്സ് ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? അത് 4 ബാറിൻ്റെ ഒരു ഫോഴ്സ് വൺ അപ്ലൈഡ് ഫോഴ്സ് വരുമ്പോൾ ഉള്ള കണക്ക് ചെയ്തില്ലേ? ബേസിക് ചോദ്യം. അത് ചെയ്ത പോലെ ഇത് ചെയ്യും. ചെയ്ത് എന്തോന്ന് കണ്ടുപിടിക്കും? ഒരെണ്ണത്തിൻ്റെ ഇത് കണ്ടുപിടിക്കും. എന്നിട്ട് അതിനെ മാറ്റി വെക്കും. അതിനുശേഷം ഇതില്ല, അതായത് ഈ 2 അപ്ലൈഡ് ഫോഴ്സ് ഇല്ല, ഇവിടെ അപ്ലൈഡ് ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യും. അതിനുശേഷം അതിന് കിട്ടുന്ന ഉത്തരം അതിനെ മാറ്റി വെക്കും. ഞാനിപ്പോൾ 2 ഉത്തരവായി. അതിനുശേഷം ഇതും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടുപിടിക്കും. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ടോർക്ക് കിട്ടും. അപ്പം അത് കണ്ടുപിടിച്ചപ്പോഴത്തേക്കും എന്തൊന്നായി? ഇപ്പം 3 ഉത്തരവായി. എന്നിട്ട് ഈ 3 ഉത്തരം കൂടെ കൂട്ടാൻ നേരത്ത് നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ഇവിടെ ആകുന്ന ടോർക്ക് നമുക്ക് കിട്ടും. അതാണ് സംഭവം. അപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ നേരത്ത് ആദ്യം എഴുതേണ്ടത്, ഒന്നെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് വരച്ച് ചെയ്യാം. ഒരു കോൺഫിഗറേഷൻ ആദ്യം വരച്ചു, ഇതും ഇല്ലാതെ വരച്ചു. ഇതും ഇല്ലാതെ നിങ്ങൾ ഇതിവിടെ മാത്രം വെച്ചുകൊണ്ട് വേണമെങ്കിൽ വരച്ചിട്ട് അതിൻ്റെ പ്രോബ്ലം ചെയ്യുക. എന്നിട്ട് അടുത്തതിനകത്ത് ഒന്നും കൂടെ കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കുക. ഇതും ഇല്ലാതെ വെച്ച് അങ്ങനെയും ചെയ്യും. എന്നിട്ട് മൂന്നാമത്തെ കോൺഫിഗറേഷൻ ഡയഗ്രാം ഇത് 2 എണ്ണം ഇല്ലാതെ ബാക്കി എല്ലാം ഉള്ളതുപോലെ വെച്ചുകൊണ്ട് ഈ അപ്ലൈഡ് ഫോഴ്സ് ഇതും കാണിച്ചുകൊണ്ട് അങ്ങനെയും വരയ്ക്കും. പക്ഷെ അതിന് ഒരുപാട് ടൈം ആവും. ഒരു പേപ്പറിൽ തന്നെ വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. 3 പേപ്പറിലാണെങ്കിലും ചെയ്യാൻ പറ്റും. ഒരു പേപ്പറിൽ നിന്ന് ഇനിയൊരു പേപ്പറിലേക്ക് പോകുമ്പോൾ ഉള്ള കുഴപ്പം എന്നാന്ന് വെച്ചാൽ, കോൺഫിഗറേഷൻ ഡയഗ്രാം ആ പേപ്പറിൽ ഇരുന്നാൽ മാത്രമേ പാരലലെടുത്ത് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അതേസമയം കോൺഫിഗറേഷൻ ഡയഗ്രാം ഇവിടെയും പാരലലെടുത്ത് വരയ്ക്കണമെന്ന് പറഞ്ഞാൽ അത് പാടുന്നത് മാത്രമല്ല, അത് അത്രയും കറക്റ്റായിട്ട് അത് കിട്ടണമെന്നില്ല. ഇതിപ്പോൾ ഇങ്ങനെ പേപ്പർ ആയതുകൊണ്ട് ഓക്കെ. ഇപ്പോൾ സപ്പോസ് ഒരു ബുക്ക് ആണെങ്കിൽ ഒരു പേജ് ഇങ്ങനെ ഇരിക്കുന്നു, ഇനിയൊരു പേജിലേക്ക് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എടുത്ത് വരയ്ക്കാൻ പറ്റും. മനസ്സിലായല്ലോ കാര്യം എന്താണെന്ന്? ശരി. അപ്പോൾ ഈ ഒരു കണക്ക് ചെയ്യാൻ നേരത്ത് ആദ്യം നമ്മൾ ഇപ്പോൾ 3 സംഭവമല്ലേ ഉള്ളത്. അപ്പോൾ 3 കണക്കായിട്ടല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്നത്. 3 കണക്ക് ഇത് 2 എണ്ണം ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം ചെയ്യും. എന്നിട്ട് ഇത് 2 എണ്ണം ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ചെയ്യും. എന്നിട്ട് ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് 3. അപ്പോൾ 3 കണക്ക്. അപ്പം നമ്മൾ ഇതിനെ എഴുതണം. സബ് പ്രോബ്ലം 1 എന്ന് പറഞ്ഞ് എഴുതണം. സബ് പ്രോബ്ലം 1 എന്ന് പറഞ്ഞ് എഴുതിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയണം സബ് പ്രോബ്ലം 1 എന്തോന്നാണ്? കൺസിഡറിങ് ഫോഴ്സ്. ആദ്യം ഞാൻ ഈ സൈഡ് മാത്രം ഇതിന് മാത്രം കൺസിഡറിങ് ഫോഴ്സ് F4 മാത്രം ഉണ്ടെന്ന് ഞാൻ കൺസിഡർ ചെയ്യുക. ആൻഡ് നെഗ്ലക്റ്റിംഗ് ദ ഫോഴ്സസ് ഏതൊക്കെയാണ്? F3യും F2വും. അതല്ലേ അതിൻ്റെ പേരുകൾ. ഫോഴ്സസ് F2 ആൻഡ് F3 എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. അതായത് അതിൻ്റെ അടുത്ത് തന്നെ ആദ്യത്തെ കണക്ക് ഞാൻ ചെയ്യാൻ നേരത്ത് ഇതും ഇല്ല, ഇതും ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുക. എങ്ങനെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ അത് ചെയ്ത് നമ്മൾ എടുക്കുക. ഇനിയിപ്പോൾ അടുത്തത് ഫോഴ്സ് ഇത് കൊടുക്കണ്ടേ. ഇപ്പോൾ AD ഫിക്സഡ് ആണ്. ഇതിനകത്ത് നമ്മൾ കോൺഫിഗറേഷൻ ഡയഗ്രത്തിൻ്റെ അകത്ത് ഇത് കൊടുക്കാൻ വിട്ടുപോയി. ഇങ്ങനെ പുല്ല് വരയ്ക്കാൻ വിടരുത്, അത് എഴുതി വെക്കണം. ശരി. ഇതിനെ നമ്മൾ 1 കൊടുത്തു, ഇതിന് 2 കൊടുത്തു, ഇതിന് 3 കൊടുത്തു. ഇതൊക്കെ എല്ലാ കേസിലും സെയിം ആണ്. എന്നിട്ട് ഇതിൻ്റെ പേരെന്ന് കൊടുത്തു
F12, ഇതോ F32, F23, F43, F34. ഇതെങ്ങനെ പേര് കൊടുക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ശരി, 34 അയൽവക്കം, പിന്നെ നമ്മൾ 14. ആ ഒരു രീതിയിൽ 4 എണ്ണത്തിൻ്റെ എഴുതി. ഇത് എഴുതത്തില്ല, കാരണം ഇത് ഫിക്സഡ് ആണ്. ഓക്കെ. ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന ഈ കണ്ടീഷൻ വന്നു. ഇപ്പം ഇത് 2 എണ്ണം ഇല്ല. അപ്പോൾ എങ്ങനെയാണ്? ഇതിന് 2 ഫോഴ്സും ഒരു ഡോർക്കും ഉണ്ട് നോർമലി. ഇതിന് 2 ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഇതിന് 2 ഫോഴ്സും ഒരു അപ്ലൈഡ് ഫോഴ്സും ഉണ്ട്. ഓക്കെ അല്ലേ? അത്രയും ഓക്കെ അല്ലേ? ഇതിനകത്ത് ഇപ്പം ഇങ്ങനെ പറഞ്ഞു. അപ്പം നമ്മൾ മിനിമം ഫോഴ്സ് ആയിട്ടുള്ളത് ഏത്? ഇതാണ്. ഇതിനെടുക്കും നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ. അപ്പം ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. ഫ്രീ ബോഡി ഡയഗ്രാം പറഞ്ഞെടുത്തു. അത് നമ്മൾ എന്തോന്ന് ചെയ്യണം? ഇതിനെ എടുത്തിട്ട് നേരെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വരയ്ക്കുക. ഞാൻ ജസ്റ്റ് കുറച്ച് കയറ്റി വരയ്ക്കുകയാണ്, എല്ലാത്തിനും കൂടെ സ്ഥലം തികയാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ എത്രയായിരുന്നു? 726/100 7.26 അല്ലേ? 1 2 3 4 5 6 7. ഓക്കെ. എന്നിട്ട് സ്കെയിലും കൊണ്ട് ഇതും കൂടെ കൊടുത്തേക്കാം, മറ്റേ ലൈൻ ഓഫ് ആക്ഷനും കൂടെ ഇങ്ങനെ കൊടുത്തേക്കുക. ഓക്കെ. നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് പക്കയായിട്ട് സമാനത്തിൽ സ്പീഡിൽ വരച്ചാൽ. എന്നിട്ട് ഇതിനെ F23 എന്നും കൊടുത്ത് അതിൻ്റെ ഫോഴ്സും എഴുതി വെച്ചു. ശരി, അപ്പം റെഫറൻസ് പോലെ അത് എഴുതി വെച്ചു. ഇനിയിപ്പോൾ അടുത്തത് അപ്ലൈഡ് ഫോഴ്സ് എടുക്കണം. അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്. അപ്പോൾ ഈ സൈഡിന് എടുക്കാൻ വേണ്ടി ഞാൻ ഒന്ന് ചെയ്തു. ഇതിന് ഞാനിങ്ങനെ മെഷർ ചെയ്തു. ഇത് എത്രയായിരുന്നു? 614. അപ്പോൾ 6.1 അല്ലായിരുന്നു? 6.1 അതെടുത്ത് ഞാനിവിടെ വരയ്ക്കണം. ഞാൻ ഏതായാലും ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. 6.16 ഞാനിപ്പോൾ എടുത്ത് ഇങ്ങോട്ട് വരയ്ക്കുക. ഇങ്ങോട്ട് വരയ്ക്കാൻ നേരത്ത് ഇവിടെ നിന്ന് തുടങ്ങും. 1 2 3 4 5 6 6.16 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. ഓക്കെ, ഇത് വരച്ചു. ഇനിയിപ്പോൾ എന്താണ്? ഇനിയിപ്പോൾ ഈ ഒരു പോയിൻ്റ് ഇത് ചെയ്യണം. ഇത് എത്രയായിരുന്നു? ഈ ഒരു ദൂരം 410 എന്ന് പറയുമ്പോൾ 4.1 താഴെ നിന്ന് എടുത്തു ഇവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെയാണ് ഞാനതിൻ്റെ ആ ഫോഴ്സ് കൊണ്ടുവന്ന് വെച്ച് വരയ്ക്കേണ്ടത്. ഓക്കെ. ഇതിന് പേര് കൊടുക്കണ്ടേ? C, ഇതിന് D, പിന്നെ F34ഉം F14. അതിപ്പോൾ കൊടുക്കാം, അല്ലെങ്കിൽ മറ്റേതും കൂടെ വരച്ചിട്ട് കൊടുക്കാം, സമയങ്ങളാണ്. ഇപ്പോൾ ഞാനിതൊന്ന് ചെയ്തു, ഇതിനെടുത്തു. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഫോഴ്സ് വരച്ചു. ഇത് വരയ്ക്കുന്നതൊക്കെ എന്നൊക്കെയാണ് വരയ്ക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഫോഴ്സ് തന്നിരിക്കുന്ന ഫോഴ്സ് ഇതിങ്ങനെ വരച്ചു. ചുമ്മാ ഇങ്ങനെ മണ്ടയ്ക്കോട്ടും ഇങ്ങോട്ടായിട്ട് വരച്ചു. ഇതിൻ്റെ ഡയറക്ഷൻ മണ്ടയ്ക്കോട്ടാണ്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. ഇനിയിപ്പം നമ്മൾ റെഫറൻസ് എടുത്ത സാധനത്തിനെ കൊണ്ടുവന്ന് വെച്ച് മണ്ടയ്ക്ക് വരയ്ക്കണം. ഇത് നിങ്ങൾ വരച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് കത്തത്തുള്ളൂ. ഇങ്ങനെ കൊടുത്തപ്പോൾ ഇതൊന്നും കൂട്ടുമുട്ടുന്ന ഈ പോയിൻ്റാണ് സംഭവം. ഇത് നമുക്ക് F4 = 66 ന്യൂട്ടൺ. ഇത് എന്തോന്നാണ്? F34 ആണല്ലേ? F34 ആണിത്. പിന്നെ ഇപ്പോൾ ഇതൊന്നും കൂടെ കൂട്ടിമുട്ടിക്കണ്ടേ? ഈ മിച്ചമുള്ള ഇതിനെയും കൂടെ കൂട്ടിമുട്ടിച്ചു. ഇതെന്തോന്നാണ്? F14. ഈ സൈഡല്ലേ എടുത്തിരിക്കുന്നത്? F14. ഓക്കെ, അപ്പോൾ അത് കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് എന്തോന്ന് ചെയ്യണം? ഇപ്പം ഇതിൻ്റെയൊക്കെ ഡയറക്ഷൻ കിട്ടുകയുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ വെക്റ്റർ ഡയഗ്രാം വരയ്ക്കുന്നു. അപ്പം നമ്മൾ വെക്റ്റർ ഡയഗ്രാം വരച്ചു. വെക്റ്റർ ഡയഗ്രാം സ്കെയിൽ ചെയ്യേണ്ടത് സ്കെയിൽ 66 ന്യൂട്ടൺ. അപ്പോൾ ഞാൻ അതിനെങ്ങനെ 6.6 എന്ന് എടുക്കാമെന്നോ? അപ്പം 1 സെൻറ്റിമീറ്റർ = എത്ര? 10 ന്യൂട്ടൺ എന്ന് പറഞ്ഞെടുത്തു. അപ്പം 66/10 ചെയ്യുമ്പം 6.6 എന്ന് പറഞ്ഞ് വരും. ഓക്കെ. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇനിയും ചെറുതാക്കാം കേട്ടോ. ഇനിയും ഞാനിതിനിങ്ങനെ എടുത്തു, താഴെ കൊണ്ടുപോയി വെച്ചു. താഴെ കൊണ്ടുപോയി വെച്ചു. 6.6 എടുക്കാൻ പോവാം. 1 2 3 4 5 6 6.6 എടുത്തു. ഇതിൻ്റെ ഡയറക്ഷൻ മണ്ടയ്ക്കോട്ടാണ്. F4 എന്ന് പറഞ്ഞ് കൊടുത്തു. F4 66 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനിയിപ്പോൾ എന്തോന്നാണ്? ബാക്കി 2 എണ്ണത്തിന് റോൾ ചെയ്ത് കൊണ്ടുവന്ന് വരയ്ക്കുക. അപ്പോൾ ഇതിനെ ഞാനിങ്ങനെ പിടിച്ചു, പിന്നെ റോൾ ചെയ്തു ഇവിടെ കൊണ്ടുവന്ന് വെച്ചു.
അപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ പോകും. ഇനിയിപ്പോൾ അടുത്തത് മിച്ചമുള്ളത് ഏതാണ്? ഇതാണ് F14, ഇതാണ് F34. ഫോഴ്സിന് മാത്രം എടുത്താണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇതിനിങ്ങനെ വെച്ചു, റോളർ ആയതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് സ്ലൈഡ്. അപ്പം ഇതാണ് എന്താണ്, ഈ വരച്ചതാണ് F14, ഈ വരച്ചതാണ് F34. സംഭവം കിട്ടി. ഇത് ഇങ്ങോട്ടായതുകൊണ്ട് ഇത് ഇങ്ങോട്ട്, അപ്പോൾ അത് ആ ഒരു സർക്യൂട്ട് ക്ലോസ് ആയില്ലേ, പക്കായില്ലേ. ഇനിയിപ്പം ഇത് കിട്ടി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിനിപ്പോൾ അളക്കുക. ഇനിയിപ്പോൾ അളക്കാൻ നേരത്തെ എനിക്ക് 3.6 എന്ന് പറഞ്ഞ് കിട്ടി. 3.6 × 10 ചെയ്യുക. 3.6 × 10 എത്ര വരും? 36 ന്യൂട്ടൺ. അതുപോലെ ഇവിടെ എടുക്കുക, എത്ര വരും? 3.9 എന്ന് പറഞ്ഞു വരും. അപ്പം 3.9 × സ്കെയിൽ ചെയ്യുക. അപ്പം 39 ന്യൂട്ടൺ. അപ്പോൾ അത് രണ്ടെണ്ണം എനിക്ക് കിട്ടി. ഇനിയിപ്പോൾ ഞാൻ എന്തോന്ന് ചെയ്യുക? ഈ സൈഡിലേക്ക് വരിക. ഈ സൈഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇതിനെ എടുത്തു. ഇത് എത്രയായിരുന്നു? 5.5 സെൻറ്റിമീറ്ററിലായിരുന്നു ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ഇതിനെ എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് മറ്റേത് വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ ഞാൻ എടുത്തു, ഇങ്ങോട്ട് വന്നു. ജസ്റ്റ് ഇവിടെ തന്നെ ഞാൻ വരയ്ക്കുവാണ്. 1, 2, 3, 4, 5, 5.5. ഓക്കെ, 5.5 വരച്ചു. ഇനിയിപ്പോൾ എന്നാ വേണ്ടേ? റെഫറൻസ് എടുത്ത സംഭവം എടുത്ത് പാരലൽ വരയ്ക്കണ്ടേ? ഉണ്ടെങ്കിൽ എന്താ ഇങ്ങനെ എടുത്ത് വെച്ചു, ഇങ്ങനെ വെച്ചു. ഇവിടെ വെച്ചിട്ട് ഇതൊന്ന് വരച്ചു, പാരലൽ വരച്ചു. അതുപോലെ തന്നെ അതങ്ങനെ അതേ ലൈനിനെ തൊട്ട് താഴെയും കൂടെ പാരലൽ കൊടുത്തു. ഓക്കെ, ഇനിയിപ്പം ഇവിടെ ഒരു പോയിന്റ് വെച്ചു. പെർപെൻഡിക്കുലർ എടുക്കണ്ടേ? പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി എടുത്തു. മുട്ടിച്ചു. ഇതാണ് H. ഇതിന് എത്രയെന്ന് പറഞ്ഞാൽ അളന്നു. അന്നപ്പോൾ എത്ര കിട്ടി? 4.1 എന്ന് പറഞ്ഞ് കിട്ടി. 4.1 സെൻറ്റിമീറ്ററാണ്. അതിന് മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ 100, 2.041 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും H. ഇനിയിപ്പം ഇതല്ലേ നമ്മൾ എടുത്ത് വരച്ചത്, അതിന് നമ്മൾ ബെയറിംഗ് അളവ് കൊടുക്കണ്ടേ? അപ്പം ഇത് F32, ഇത് F12. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ നമ്മൾ എഴുതാൻ നേരത്ത് ഡയറക്ഷൻ കൊടുക്കണം അല്ലേ? ഡയറക്ഷൻ കൊടുക്കാൻ നേരത്ത് ഇത് അങ്ങോട്ട് വരും. F എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോകുന്നത്. F34 എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്ന് പറയുമ്പോൾ താഴോട്ട്. അപ്പം ഇത് ഇങ്ങോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ഡയറക്ഷൻ വന്നിട്ട് പുറത്തേക്കാണ്. ഓക്കെ, ഇതിൻ്റെ ഡയറക്ഷൻ വന്നിട്ട് പുറത്തേക്കാണ്. ഇത് ഇതിൻ്റെ ഓപ്പോസിറ്റ്. ഇപ്പോൾ ഇതിങ്ങനെ, ഇപ്പോൾ ഈ ഒരു സാധനം ഇങ്ങനെ ഇരിക്കുക. ഇതിനെ ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടോ പോകുന്നെങ്കിൽ ഇത് ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ കപ്പിളിൻ്റെ ഡയറക്ഷൻ കിട്ടി, ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, ക്ലോക്ക് വൈസ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് മറ്റേ ഇക്വേഷൻ എടുത്തിടത്തില്ലേ? ഞാൻ ഇതിൽ തന്നെ ജസ്റ്റ് എഴുതുവാണ്, സ്ഥലമില്ലല്ലോ, ബാക്കിയും കൂടെ ചെയ്യണ്ടേ. അപ്പം എന്നാ കപ്പിൾ = F × H. F എന്ന് പറയുന്നത് F32 × H. അപ്പം F32 എന്തോന്നാണ്? F34 ആണ്. അപ്പം 36 ന്യൂട്ടൺ × H എന്ന് പറയുന്നത് 0.041. അപ്പോൾ എത്ര വരും? 36 × 0.041 എത്ര വരും? 1.476 എന്ന് പറഞ്ഞ് വരും. 1.476 എന്തോന്നാണ്? ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞ് വരും കപ്പിള്. ഡയറക്ഷൻ ഇത് ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ടോർക്ക് എങ്ങനെ വരും? ടോർക്ക് T1 എന്ന് പറഞ്ഞെടുക്കാം. കാരണം മൊത്തം 3 എണ്ണമല്ലേ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ടോർക്ക് T1 എന്ന് നമ്മളിപ്പോൾ ഇതിനെ പറയുന്നത് 1.476 ആണ്. ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, 1.476 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ നമ്മൾ സബ് പ്രോബ്ലം 1 കഴിഞ്ഞു.
ഇനിയിപ്പോൾ എന്താണെന്നാണ് ഇതിൻ്റെ സബ് പ്രോബ്ലം 2 വേറെ പേപ്പർ ചെയ്യാമല്ലേ, ഇങ്ങനെ വെച്ച് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു സൈഡിൽ തന്നെ ഇങ്ങനെ കയറ്റി വെച്ച് ചെയ്യാൻ പറ്റും. സപ്പോസ് ഒരു പേജ് നിന്നില്ല എന്നുണ്ടെങ്കിൽ ബാലൻസ് വരുന്നത് ആ ഒരു കോൺഫിഗറേഷൻ ഡയഗ്രാം അതിൻ്റെ മാത്രം. ഇപ്പം ഇത് രണ്ടെണ്ണം ഞാനിപ്പോൾ ഈ പേജ് വരച്ചുകൊണ്ടിരിക്കട്ടെ, ബാലൻസ് വരുന്ന ഇത് ഒരെണ്ണമായിരിക്കും. അപ്പോൾ നിങ്ങൾ കോൺഫിഗറേഷൻ ഡയഗ്രാം എടുക്കാൻ നേരത്ത് ഈ രണ്ട് സാധനങ്ങളും വരച്ച സമയം കളയണ്ട, ഇത് മാത്രം വരച്ചിട്ട് കാണിച്ചാലും മതി. ഓക്കെ, അടുത്ത എന്തോന്ന് എഴുതണം? സബ് പ്രോബ്ലം 2. സബ് പ്രോബ്ലം 2 എന്തോന്നാണ് കണ്ടീഷൻ? കൺസിഡറിങ്. ഇനിയിപ്പോൾ ഈ ഫോഴ്സ് മാത്രം എടുക്കാം. കൺസിഡറിങ് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ വരേണ്ടത്. ആദ്യം ഇത് ചെയ്തു, ഇനി ഇത് ചെയ്ത്, ഇങ്ങനെ വരാം. കൺസിഡറിങ് ഫോഴ്സ് F3 കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് നെഗ്ലക്റ്റിംഗ് ഏതിനൊക്കെ? നെഗ്ലക്റ്റിംഗ് ദ ഫോഴ്സസ് ഏതൊക്കെയാ? ഇതും F4ഉം F2ഉം. നെഗ്ലക്റ്റിംഗ് ദ ഫോഴ്സസ് F2 ആൻഡ് F4 എന്ന് പറഞ്ഞ് ബോധിപ്പിച്ചേക്കുക. ഓക്കെ, ഇനിയിപ്പം നോർമലി ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നു. കോൺഫിഗറേഷൻ ഡയഗ്രാം ഓൾറെഡി വരച്ചല്ലോ നമ്മൾ, വരച്ചിട്ടാണ് ഇത് കണ്ടീഷൻ എഴുതുന്നത്. ഫ്രീ ബോഡി ഡയഗ്രാം. ശരി, ഫ്രീ ബോഡി ഡയഗ്രാം എടുക്കാൻ നേരത്ത് ആദ്യം ഏത് എടുക്കണം? റിഫറൻസ് ആയിട്ടുള്ള സാധനം എടുക്കണം. അതെങ്ങനെ എടുക്കും? അപ്പോൾ ആദ്യത്തെ കേസിൽ ഇവിടെ ടോർക്കുണ്ട്, 2 കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ് ഉണ്ട്. ഇവിടെ 2 കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട്. ഇവിടെ ഒന്നും ഇല്ലായിരുന്നു അല്ലേ? പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇവിടെയുമാണ് ഇല്ലാത്തത്. അപ്പം ഇവിടെ 2 കൺസ്ട്രെയിൻറ്റ് ഫോഴ്സും ഒരു ടോർക്കും ഉണ്ട്. ഇവിടെ 2 കൺസ്ട്രെയിൻറ്റ് ഫോഴ്സും ഒരു അപ്ലൈഡ് ഫോഴ്സും ഉണ്ട്. ഇവിടെയാണ് എന്തോന്നില്ലാത്തത്? 2 കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ് മാത്രം ഉള്ളത്. അപ്പം ഇതിനെ വേണം നമ്മൾ ഇങ്ങോട്ട് എടുക്കാനായിട്ട്. മനസ്സിലായോ? അപ്പം ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ നേരത്ത് ഇതിനെ വേണം എടുത്ത് വരയ്ക്കാൻ. കാരണം മിനിമം കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ് ഏതാ? ഇതാണ്. ഇപ്പം ഇത് നമ്മൾ മറച്ചു വെക്കാൻ നേരത്ത് ഇതിൻ്റെ കേസ് വരാൻ നേരത്ത് ഇത് അപ്ലൈഡ് ഫോഴ്സ്, ഇത് ടോർക്കുള്ള ലിങ്ക്, മിനിമം ഉള്ളത് ഈ ഒരു ലിങ്ക്. അപ്പോൾ ഇതിനെ കയറ്റി നമ്മൾ പാരൽ എടുത്ത് വെച്ച് വരയ്ക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞ് നമുക്ക് പോവായിരിക്കും. പക്ഷേ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഇതിനെടുത്തിട്ട് ഇത് എത്രയായിരുന്നു? 6.16 അല്ലായിരുന്നോ? അപ്പോൾ ഇതിനെ ഞാനിങ്ങനെ എടുത്തു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് കാണിക്കണം. ഞാൻ ജസ്റ്റ് മണ്ടയ്ക്കോട്ട് തന്നെ വരയ്ക്കാം. അപ്പോൾ ഇതെന്ന് പറയുമ്പം 1 2 3 4 5 6 6.16. ഓക്കെ, എന്നിട്ട് മണ്ടയ്ക്കോട്ട് ഒരു 3 കുത്ത്, ഇട്ടൊരു 3 കുത്ത്. എന്നിട്ട് ഇനിയിപ്പോൾ പേര് കൊടുക്കണം. പേരെന്ന് പറയുന്നത് ഇതിൻ്റെ പേര് എന്തോന്ന്? C, താഴത്തെ D. പേര് F34 F14. ഇതൊരു റെഫറൻസ് പോലെ നമ്മൾ സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ അടുത്തത് എന്താണ്? അപ്ലൈഡ് ഫോഴ്സ്. ഇവിടെ അപ്ലൈഡ് ഫോഴ്സ് ഏതാണ്? ഇതാണ്. അപ്പോൾ BC എടുത്ത് വേണം വരയ്ക്കാൻ. അപ്പോൾ BCനെ എടുത്ത് മെഷർ ചെയ്ത് വരയ്ക്കണം. ഓക്കെ, BCനെ എടുത്ത് മെഷർ ചെയ്ത് വരയ്ക്കണം. BCനെ മെഷർ ചെയ്ത് വരയ്ക്കണമെങ്കിൽ ഇതിങ്ങനെ എടുത്തു, അറ്റ് പാരൽ കൊണ്ടുപോയി വെച്ചു, റോൾ ചെയ്തു, ഞാൻ ഇവിടെ ആയിട്ട് വരയ്ക്കാം. ഇത് എത്രയായിരുന്നു? 7.26 എടുത്തോളം വരയ്ക്കാം. 1 2 3 4 5 6 7 7.26. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ പേര് കൊടുത്തു BC. ഫോഴ്സ് F23 പിന്നെ F43 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി ഈ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 327. അപ്പം ക്വസ്റ്റ്യനുണ്ട്. അപ്പം 327 എന്ന് പറയുമ്പം 3.27 ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നിന്ന് വേണം വെച്ചതൊന്ന് വരയ്ക്കാൻ, നമ്മൾ ഫോഴ്സ് കയറ്റി വരയ്ക്കാം. ഓക്കെ, ഇതാണ് പോയിന്റ്. ഈ പോയിന്റ് ഞാൻ എന്തുകൊണ്ട് കൊടുത്തു? F എന്ന് കൊടുത്തു. F ആണല്ലോ. ഇനിയിപ്പം ഇതിനിങ്ങനെ എടുത്തു, പാരൽ വെച്ചു, ഇങ്ങനെ വെക്കാം. ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു. ഇനിയിപ്പോൾ എന്തോന്നാണ്? ഇനിയിപ്പം ഇത് പാരൽ കൊണ്ട് വെച്ച് വരയ്ക്കണം.
മിസ്. ഇവിടെയാണ് ആ പോയിന്റ് വരുന്നത്. ഓക്കെ, ഡയറക്ഷൻ ഇത് മണ്ടക്കോട്ട്. ഇനിയിപ്പോൾ ബാലൻസ് വരുന്ന ഇതെന്ന് പറയുന്നതിന് ഇങ്ങോട്ടേക്ക് മുട്ടിച്ചു. ഓക്കെ, ഫോഴ്സിൻ്റെ ഇത് ഇങ്ങോട്ട് നമ്മളിങ്ങനെ വരച്ചു, ബാലൻസ് ഉള്ളതിനെ റോൾ ചെയ്ത് വരച്ചു. അപ്പോൾ എനിക്ക് ഇതെന്തോന്ന് കിട്ടി? F23 ആണെന്ന് കിട്ടി. ഇതെന്തോന്നാണ്? F3. ഇതെന്തോന്നാണ്? F43. ഓക്കെ, സെറ്റ്. അപ്പോൾ ഈ സാധനം കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് F3 എത്രയാണെന്ന് അറിയാം, 158 ന്യൂട്ടൺ. ഇനിയിപ്പോൾ ഇത് വെച്ച് നമ്മളൊരു വെക്ടർ ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്ത് എഴുതുന്നു വെക്ടർ ഡയഗ്രാം എന്ന് പറഞ്ഞ് വരച്ചു. സ്കെയിൽ കൊടുക്കണ്ടേ? സ്കെയിൽ 1 സെൻറ്റിമീറ്റർ = 158 ഡിവൈഡഡ് ബൈ 20 ചെയ്ത് എത്ര വരും? 7.9 വരുന്നു. അതുപോലെ 7.9. അപ്പം 1 സെൻറ്റിമീറ്റർ = എത്രയാണ്? 20 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കൊടുത്തു. 1 സെൻറ്റിമീറ്റർ 20 ന്യൂട്ടൺ. ഇനി എടുത്തിട്ട് ഇവിടെ നിന്ന് 7.9 വരയ്ക്കുക. 7.9 എടുത്ത് വരച്ചു. ഡയറക്ഷൻ ഇങ്ങോട്ട്. F3 ആണ് ഇതിൻ്റെ പേര്. 158 ന്യൂട്ടൺ ആണ്. റോൾ ചെയ്ത് വരച്ചാൽ പോരെ. F23 ഡയറക്ഷൻ അറിയാം. ഏതെങ്കിലും ഒരു പോയിന്റ് ടച്ച് ആവുന്ന പോലെ വരയ്ക്കുക. ഇതിങ്ങനെ മണ്ടക്കോട്ടല്ലേ, മുകളിലോട്ട് ജസ്റ്റ് റോൾ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ കിട്ടുന്ന പോയിൻ്റാണ്. ഇതാണ് F43. ഇതാണ് എന്തോന്ന്? F23. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് മെഷർ ചെയ്യാമല്ലോ. സ്കെയിലെടുത്തു, മെഷർ ചെയ്തു. 2.6 എന്ന് പറഞ്ഞു. 2.6 × 20. അതുപോലെ ഇത് എത്ര വരും? 6.2 × 20 എത്ര വരും? 6.2 × 20 124 എന്ന് പറഞ്ഞു വരും. 124 ന്യൂട്ടൺ. അതുപോലെ 2.6 × 20 എന്ന് പറയുമ്പോൾ 52 എന്ന് പറഞ്ഞു വരും. 52 ന്യൂട്ടൺ. അപ്പോൾ ഇങ്ങനെ ഇത് കിട്ടി. ഇനിയിപ്പോൾ എന്നാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ടോർക്കുള്ള വശം എടുക്കുക. ടോർക്കുള്ള വശം എന്ന് പറയുമ്പോൾ ഇത്, അതിനെ എടുത്ത് കറക്റ്റായിട്ട് വരയ്ക്കുക. ടോർക്കുള്ള ലിംഗം എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതിനിങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു. ഇവിടെ 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 വരയ്ക്കുകയാണെങ്കിൽ ഇത് എത്രയായിരുന്നു? 5.5 ഇല്ലായിരുന്നു. അപ്പം 1 2 3 4 5 5.5 വരച്ചു. റെഫറൻസ് എടുത്ത സാധനത്തിന് പാരലൽ വരയ്ക്കുക. ഇതാണ് റെഫറൻസ് എടുത്തത്. ഓക്കെ, ഇതാണ് റെഫറൻസ് എടുത്തത്. ഇതിനെടുത്ത് ഇവിടെ കൊണ്ട് വെച്ചു. ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, ഒരു പോയിന്റ് എടുത്തു, 90 ഡിഗ്രി നോക്കി പെർപെൻഡിക്കുലർ എടുത്തു. 90 ഡിഗ്രി വെച്ചു. ഇതും കൂടെ മുട്ടിക്കുന്ന ഇതാണ് വെച്ച് വെച്ച് എത്രയാണ് അളക്കണം. പിന്നെ ഇതിൻ്റെ പേര് കൊടുക്കണമായിരുന്നല്ലോ. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ബി, ഇത് എ. എന്നിട്ട് ഇത് നമ്മൾ റെഫറൻസ് എടുത്ത് കൊടുത്തത് പെർപെൻഡിക്കുലർ വരച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ ഫോഴ്സും കൂടെ. ഫോഴ്സ് എന്താണ്? ബീൻ്റെ ഇവിടെ ഉള്ളത് F32, ഇവിടെ ഉള്ളത് എന്തോന്നാണ്? F12. ഓക്കെ, F12 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇപ്പോൾ H അളക്കണ്ടേ? H അളക്കാം. 3.55 ആണെന്ന് വിചാരിക്കാം. 3.55. അപ്പോൾ ഞാൻ 3.55 സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കണം. അപ്പം 100 അപ്പം 0.0355 മീറ്റർ എന്ന് പറഞ്ഞ് വരും. ഇനിയിപ്പോൾ ഡയറക്ഷൻ നോക്കണം. ഡയറക്ഷൻ കിട്ടില്ലല്ലോ. ഡയറക്ഷൻ നോക്കണ്ടേ? ഇതിങ്ങനെ ഇത് ക്ലോസ്ഡ് ആയല്ലോ. ഇത് ക്ലോസ്ഡ് ആയി. ഇനിയിപ്പം ഇതിലേക്ക് എടുത്തിട്ട് കൊടുക്കണം. F43 എന്ന് പറയുന്നത് F32. ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും വരും. ഓക്കെ, ഇത് ഇങ്ങോട്ടും വരും. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ക്ലോക്ക് വൈസ് ആണ്. ഇത് ക്ലോക്ക് വൈസ് ആണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാമല്ലോ. എന്നാണ് എഴുതാം, കപ്പിൾ എന്ന് പറയുന്നത് എഫ് ഇൻറ്റു എച്ച് ആണ്. എഫ് എന്ന് ഇവിടെ നമ്മൾ പറയുന്നത് F32 ഇൻറ്റു എച്ച് ആണ്. F32 എന്ന് പറയുന്നത് F23 ആണ്. അപ്പോഴത്തേക്കും F23 ഡയറക്ഷൻ നമുക്ക് എത്ര എന്ന് പറഞ്ഞ് കിട്ടി? 124 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം അത് ഇൻറ്റു എച്ച് ചെയ്യുക. അപ്പം 124 ന്യൂട്ടൺ ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 0.0355 മീറ്റർ എന്ന് പറഞ്ഞ് വരും. അപ്പം 124 ഇൻറ്റു 0.0355 എന്ന് പറഞ്ഞ് വരും. ഈക്വൽ ടു 4.402 ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞ് വരും. ഡയറക്ഷൻ ഇത് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ്. ടോർക്ക് എന്ന് പറയുമ്പം 4.402 ന്യൂട്ടൺ മീറ്റർ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ് വരും. ഇനിയിപ്പോൾ നമ്മൾ ഇതും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ, എപ്പോഴും ടോർക്കുള്ള സൈഡിലെ ഒരു അപ്ലൈഡ് ഫോഴ്സ് ആണെങ്കിൽ അതിന് ഇത്രയും സംഭവങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. അടുത്ത കണ്ടീഷൻ എഴുതുന്നത് എന്തോന്നാണ്? സബ് പ്രോബ്ലം. ഓക്കെ, സബ് പ്രോബ്ലം ഏതാ? 1, 2, 3 മൂന്നാമത്തെ എന്തോന്നാണ്? കൺസിഡറിങ് ഫോഴ്സ്. ഏത് ഫോഴ്സാണ് ഇനി കൺസിഡർ ചെയ്യേണ്ടത്? F2 ആണോ, F3 ആണോ, F4 ആണോ? F2. ഇത് രണ്ടെണ്ണം കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. അപ്പം കൺസിഡറിങ് ഫോഴ്സ് F2നെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ആൻഡ് നെഗ്ലക്റ്റിംഗ് ഏതാണ്? ഏതിനൊക്കെയാണ് നെഗ്ലക്റ്റ് ചെയ്യേണ്ടത്? F3നെ F4. നെഗ്ലക്റ്റിംഗ് ഫോഴ്സസ് F3 ആൻഡ് F4. ഓക്കെ, അങ്ങനെ പറഞ്ഞ് എഴുതുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിൻ്റെ കേസിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിനെ നമ്മൾ എടുക്കുന്നു, ഇങ്ങോട്ടേക്ക് നേരെ വരയ്ക്കുന്നു. വേറെ ബാക്കി ഫ്രീ ബോഡി മറ്റേത് കർവ് അങ്ങനെയൊന്നും വരച്ചുകൊണ്ടൊന്നും നിൽക്കണ്ട. ഓക്കെ, അപ്പം ഏത് ലിങ്കാ? ടോർക്കിൻ്റെ ലിങ്ക് എടുക്കുന്നു, കറക്റ്റ് വെക്കുന്നു. ഞാൻ എത്ര 5.5 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുന്നു. 1, 2, 3, 4, 5, 5.5 5.5 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. ഇനിയിപ്പോൾ ഇതിന് പേര് കൊടുക്കണം. പേരെന്തോന്നാണ്? എ. പണ്ടക്കത്തിൻ്റെ പേര് ബി. ഫോഴ്സിൻ്റെ പേരോ F32 F12. ഓക്കെ, ശരി. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫോഴ്സില്ലേ, ഈ ഫോഴ്സിനെ നമ്മളെടുത്ത് നേരെ എടുത്ത് ഇതിന് പാരലൽ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് അതേ സംഭവം എൻ്റെ തൊട്ട് താഴെ കൊണ്ടുവരും. ഓക്കെ, ഇപ്പം ഇതാണ് നമ്മൾ അങ്ങോട്ട് വരച്ചത്. ഇതിങ്ങോട്ടാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഇത് ഇങ്ങോട്ട്. ഇനി ഇവിടെ എവിടെയെങ്കിലും പോയിന്റ് വെക്കുക, 90 ഡിഗ്രി എടുക്കുക. എടുത്തു. ഇനി ഇതൊന്നും കൂടെ കൂട്ടി പിടിക്കുക. അതാണ് എന്തോന്ന് H. ഇത് 90 ഡിഗ്രിയാണ്. ഇനി H അളക്കുക. എത്ര കിട്ടും? എനിക്കിപ്പം ഒരു 4.1 കിട്ടുന്നതെന്നിരിക്കട്ടെ. 4.1 സെൻറ്റിമീറ്റർ. അപ്പം കിട്ടുന്ന കിട്ടി. ഓക്കെ, ഇപ്പം F32 ആണിത്, ഇത് F12 ആണ്. ഇത് F32 ആണ്, ഇത് F12 ആണ്. അപ്പം ഇതിൻ്റെ ഡയറക്ഷനും കിട്ടി. ഇതിൻ്റെ ഡയറക്ഷൻ ഇത് ഇങ്ങോട്ടാണ്. അതെന്ന് പറഞ്ഞാൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസിലല്ലേ തള്ളുന്നത്. ഇത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് തള്ളുന്നത്. അപ്പോൾ കപ്പിളിൻ്റെ ഡയറക്ഷനും കിട്ടി. ഇനിയിപ്പോൾ ഡയറക്റ്റ് നമുക്ക് ചെയ്യാമല്ലോ. ഫോഴ്സ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 88 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. F32 എത്ര തന്നിട്ടുണ്ട്? 88 ന്യൂട്ടണാന്ന് പറഞ്ഞ്
നമുക്ക് അതാ പറഞ്ഞാൽ ഈ അവസാനത്തെ ഈ ടോർക്ക് വരുന്ന ലിങ്കിലുള്ളത് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുക. ഇത് 88 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ F32 = 88 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്തോന്ന് കൊടുക്കുക, F × H എന്തോന്ന് കപ്പിൾ F32 × H. F32 എന്ന് പറയുന്നത് 88 ന്യൂട്ടൺ × H എന്ന് പറയുന്നത് 0.041 മീറ്റർ. എന്നിട്ട് 88 × 0.041 ചെയ്യുമ്പോൾ 3.608. ഓക്കെ, 3.608 എന്ന് പറഞ്ഞു വരും. ഇതാണ് എന്തോന്ന് ന്യൂട്ടൺ മീറ്റർ. കപ്പിളാണ്. ഡയറക്ഷൻ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അപ്പം ഇതിൻ്റെ ടോർക്ക് എന്ന് പറയുന്ന സാധനം സെയിം മാഗ്നിറ്റ്യൂഡ് തന്നെ. ടോർക്ക് എന്ന് പറയുന്ന സാധനം എത്ര പറ്റും, 3.608 ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ ഡയറക്ഷനിൽ കിട്ടും. ഓക്കെ, ശരി. ഇവിടെ ഞാൻ ടോർക്കിനെ T1 എന്ന് എടുത്തു. സബ് പ്രോബ്ലം 2-ൽ കിട്ടിയതിനെ ടോർക്ക് T2 എന്ന് എടുത്തു. സബ് പ്രോബ്ലം 3-ൽ കിട്ടിയതിനെ T3 എന്ന് പറഞ്ഞെടുത്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇനിയിപ്പം ടോട്ടൽ ടോർക്ക് എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, ടോട്ടൽ ടോർക്ക് എന്ന് പറയുന്നത്, അതായത് 3 ഫോഴ്സും കൂടെ ചേർത്തിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് എത്രയാണ്, ടോർക്ക് 1 പ്ലസ് ടോർക്ക് 2 പ്ലസ് ടോർക്ക് 3. ഇനി ക്ലോക്ക് വൈസിനെല്ലാം പോസിറ്റീവ് എന്ന് എടുക്കുക, ആൻറ്റി ക്ലോക്ക് വൈസിനെല്ലാം മൈനസ് എന്ന് പറഞ്ഞെടുക്കുക. ഓക്കെ, ക്ലോക്ക് വൈസിനെ പോസിറ്റീവ് എന്നും ആൻറ്റി ക്ലോക്ക് വൈസിനെ ഞാൻ മൈനസ് എന്നും എടുക്കുക. ഓക്കെ, ശരി. അപ്പോൾ T1 എന്ന് പറയുന്നത് ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരുന്നു. അപ്പോൾ മൈനസ് എത്രയാണ്, 1.476 മീറ്റർ എന്ന് പറഞ്ഞു വരും അല്ലേ, ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞു വരും. അതെ, പ്ലസ് T2 എന്ന് പറയുന്നത് ഇതല്ലേ T2, 4.402 കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പോൾ മൈനസ് 4.402. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് T3 എന്ത് ചെയ്യും, T3 എന്ന് പറയുന്നത് T3 എന്ന് പറയുന്നത് ഇത്. അപ്പോൾ പ്ലസ് എന്തോന്ന് T3യുടെ വാല്യൂ ക്ലോക്ക് വൈസ്. അപ്പോൾ അതങ്ങനെ തന്നെ എഴുതുക, 3.608 എന്ന് പറഞ്ഞ് എഴുതുക. അപ്പം ഇത് ഇത്രയും ചെയ്യുമ്പോഴാണ് ടോട്ടൽ ടോർക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ നോക്കുക, ഇപ്പം അറിയത്തില്ലെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ ബ്രാക്കറ്റിലുള്ളത് പോലെ തന്നെ അടിക്കാം, -1.476. ഓക്കെ, ബ്രാക്കറ്റ് ഇട്ടു, പ്ലസ് എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ടു, -4.402. ഓക്കെ, എന്നിട്ട് പ്ലസ്, പിന്നെ 3.608 ചെയ്യാനായിട്ട് എത്ര കിട്ടും, -2.27 എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, ഇതിനർത്ഥം എന്താണ്, 2.27 ന്യൂട്ടൺ മീറ്റർ ആണ് ഇതിൻ്റെ ടോട്ടൽ ടോർക്ക്. ടോട്ടൽ ടോർക്ക് എന്ന് പറയുന്നത് 2.27 ന്യൂട്ടൺ മീറ്റർ ആണ്. മൈനസ് എന്ന് പറയുന്നത് അപ്പോൾ ഏത് ഡയറക്ഷനാണ്, മൈനസ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തത് കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ലേ. അപ്പം കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് 2.27 ന്യൂട്ടൺ മീറ്റർ. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ഈ ചോദ്യം.